ಕಡಂಗ ಬದ್ರಿಯಾ ಮದರಸದಲ್ಲಿ ಪ್ರಸಕ್ತ 2025-26ನೇ ಸಾಲಿನಲ್ಲಿ ಕಲಿತಾ ಇರುವ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಉಚಿತ ಪಠ್ಯ ಪುಸ್ತಕಗಳನ್ನು ವಿತರಣೆ ಮಾಡಲಾಯಿತು. ಬದ್ರಿಯಾ ಮದರಸಾ ಸಭಾಂಗಣದಲ್ಲಿ ಜಮಾತ್ ಅಧ್ಯಕ್ಷ ಕೆಇ ಉಸ್ಮಾನ್ ಅವರ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮವನ್ನು ತಾಜುಲ್ ಉಲಮಾ ದರ್ಸ್ ಮುದರ್ರಿಸ್ ಹಾಗೂ ಖತೀಬರಾದ മുഹമ്മദ് സാദിഖ് സഖാഫി ഹൽ സുറൈസി ഉദ്ഘാടിಸಿ മാതനാടിದರು. ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു കാര്യത്തിലേക്ക് ഏർപ്പെടുക, സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് പോവുക, വീട്ടിൽ നിന്ന് വിട്ടാൽ സ്കൂളിലേക്ക് വരിക, മദ്രസ കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോവുക, വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് വരിക. ഇത് നമ്മുടെ നടപടിയാണ്. നടപടി നടക്കണം എന്നുള്ളതാണ് മനുഷ്യ പ്രകൃതം തന്നെ. നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ എന്ന് പറഞ്ഞത് ഫൈദാ ഫറഗ്ത ഫൻസബ്. ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നുമായി ഏർപ്പെടണം. പണിയില്ലാത്ത ആളാകാൻ പാടില്ല, ഒരു ജോലിയില്ലാത്ത ആളാകാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഏറ്റവും നല്ല ജോലിയാണ് നിങ്ങൾ ഈ പഠിക്കുന്ന പ്രാരംഭത്തിന്റെ നിങ്ങളുടെ പ്രൈമറി സ്റ്റഡീസ്. ഇത് നിങ്ങൾ ചിലപ്പോൾ പ്രൈമറി എന്ന് പറയാൻ പറ്റൂല, 8th കഴിഞ്ഞാലൊക്കെ ഹൈസ്കൂൾ എന്നൊക്കെ നിങ്ങൾ പേര് പറഞ്ഞാൽ അത് പ്രൈമറി തന്നെയാണ്. ഇനി +2 ആണെങ്കിലും തന്നെ പ്രൈമറി തന്നെയാണ്. കാരണം ഇതെല്ലാം നമുക്ക് ഫണ്ടമെന്റലായി അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് മദ്രസയിൽ കിട്ടുന്നത്. +1 +2 പഠിച്ചാലും ഇനി ഡിഗ്രി മദ്രസ സംവിധാനത്തിൽ പഠിപ്പിച്ചാലും അത് തന്നെയാണ് കിട്ടുക. കിട്ടുന്ന നിലവാരം എത്രയുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും സദർ ഉസ്താദും മറ്റുള്ള ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി. ഈ ഉസ്താദുമാരൊക്കെ കുറേ കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദുമാരാണ്, ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ടീച്ചിങ് മേഖലയിൽ തന്നെ. ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಸೈಯದ್ ಸಮೀಹ್ ಅನ್ಸಾರಿ, ಅಲ್ ಅಹಸನಿ, ಅಲ್ ಹೈದ್ರೂಸಿ ತಂಗಳ ಎಮ್ಮೆ ಮಾಡುವವರು ಪಾಲ್ಗೊಂಡು ಮಾತನಾಡಿ, ಇಂದಿನ ಯುಗದಲ್ಲಿ ಮದ್ರಸಾ ವಿದ್ಯಾಭ್ಯಾಸ ಬಹುಮುಖ್ಯವಾಗಿದೆ. ವಿದ್ಯಾರ್ಜನೆ ನೀಡಿದ ಶಿಕ್ಷಕರನ್ನ ಗೌರವಿಸಿದ್ರೆ ಮಾತ್ರ ನೀವು ಉನ್ನತ ಮಟ್ಟಕ್ಕೇರಲು ಸಾಧ್ಯ ಅಂತ ಶುಭ ಹಾರೈಸಿದ್ರು. പഠിക്കുന്ന സമയത്ത് അല്ലാഹു ആ വ്യക്തിക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഘടനയിൽ, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും മറ്റു സഹായികളും പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കിതാബ് നൽകിയ ആളുകളൊക്കെ അതിന്റെ കൂട്ടത്തിൽ പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിച്ചതിനെ കുറിച്ച് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വിദ്യാർത്ഥിക്ക് ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ ആ വ്യക്തി അമ്പിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അമ്പിയാക്കളെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായിച്ച ആളുകൾക്കും അത്രയും വലിയ മഹത്വമുണ്ട്, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത്രയും വലിയ മഹത്വമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ಮದ್ರಸಾ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಾದ ಹುಸೈನಾರ್ ಸಹದಿ ಪ್ರಾಸ್ತಾವಿಕವಾಗಿ ಮಾತನಾಡಿದರು. ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಕಡಂಗ ಬದ್ರಿಯಾ ಮದರಸದಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡುವ 100ಕ್ಕೂ ಅಧಿಕ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಅಬುಬಕರ್ ಕುವೈತ್ ಹಾಗೂ ಟಿಕೆ ಮುಜೀಬ್ ದುಬೈ ಅವರು ಉಚಿತವಾಗಿ ಮದರಸಾ ಪಠ್ಯಪುಸ್ತಕ ನೀಡುತ್ತಾ ಬಂದಿದ್ದಾರೆ. കുട്ടികൾക്ക് കിതാബ് കൊടുക്കാമെന്ന് ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ കുവൈത്ത്, അതേപോലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന മുജീബ്, ഈ 2 സഹോദരന്മാർ അവരുടെ ആ സമ്പാദ്യത്തിൽ നിന്ന് ഏറ്റവും വലിയ സദഖയാകുന്ന സദഖത്തുൽ ജാരിയ എന്ന ഗണത്തിൽപ്പെടുന്ന വലിയൊരു പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു കാര്യമാണ് അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള കിതാബുകളെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത്. അല്ലാഹു തആല അതൊക്കെ അവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം അവരെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സമയത്ത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ಈ ಸಂದರ್ಭ ಎಸ್ವೈಎಸ್ ಕಡಂಗ ಸರ್ಕಲ್ ಅಧ್ಯಕ್ಷ ಹಾಗೂ ಜಿಲ್ಲಾ ಮಾಧ್ಯಮ ಕಾರ್ಯದರ್ಶಿ ಅಶ್ರಫ್, ಎಸ್ಎಸ್ಎಫ್ ಕಡಂಗ ಯೂನಿಟ್ ಅಧ್ಯಕ್ಷ ಅಂಶಾದ್ ಅನ್ಸಾರಿ ಸಹದಿ, ಕೆಎಂಜೆ ಸದಸ್ಯರಾದ ಉಮ್ಮರ್ ಸಿಇ, ಹಫೀಜ್ ರಫೀಕ್ ಹಿಮಮಿ,
ಬದ್ರಿಯಾ ಜಿಸಿಸಿ ಸದಸ್ಯರಾದ ಹ್ಯಾರಿಸ್ ಕೆಕೆ, ಯೂನುಸ್ ಜುಹುರಿ, ಜಮಾತ್ ಮಾಜಿ ಅಧ್ಯಕ್ಷ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅರಫಾ, ಮದ್ರಸಾ ಅಧ್ಯಾಪಕರಾದ ರಜಾಕ್ ಮುಸ್ಲಿಯಾರ್, ಉಮರ್ ಮುಸ್ಲಿಯಾರ್ ಮತ್ತಿತರರು ಪಾಲ್ಗೊಂಡಿದ್ದರು. ಕೊಡಗು ಚಾನಲ್ ನ್ಯೂಸ್, ಜಕರಿಯಾ ನಾಪಕ್ಲೋ.